ഇപ്പൊ കമ്പിക്കൊന്നും ഒരു കുറവുമില്ല. കമ്പിയൊക്കെ കണ്ടില്ലേ, അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് നിറക്കാൻ പറ്റാത്തത്ര രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് കമ്പി കൊടുക്കുന്നത്. NH-66 വർക്ക് നടക്കുന്ന മലപ്പുറം കൂരിയാട് ഭാഗത്തു നിന്നുള്ള പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മുടെ കൂരിയാട് പാലം വർക്ക് നടക്കുന്നത്. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചകളൊക്കെ നോക്കിയിട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയാണ്. ഇവിടെ അടച്ചു വെച്ചൊരു ഭാഗമാണ്. അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഭാഗം അടച്ചു വെച്ചതാണ്. കാണാം നമുക്ക് ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് മുന്നോട്ടൊന്നുള്ള ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് താഴെ പോവാം. ആ ഭാഗത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഇതാ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്കൊന്ന് പോയിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ കുറേ പൈപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇത് എവിടേക്കാണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ കുറേ പൈപ്പുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ കുറേ വലിയ പൈപ്പുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടുള്ളതാണെന്ന് അറിയില്ല. ഒരുപക്ഷെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ്, താഴോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഈ മുകൾ ഭാഗത്തു നിന്നുള്ളത് ഒന്ന് നോക്കി ഇവിടെ ഭാഗം ഒന്ന് കാണിച്ചാണ്. അപ്പോൾ താഴോട്ട് പോയി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോകൾ എടുക്കാൻ പറ്റുള്ളൂ. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ ബ്ലോക്കാണ് കാണുന്നത്. ഇവിടെ എല്ലാ സമയത്തും ഇതുപോലുള്ളൊരു ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വേങ്ങര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ ചെമ്മാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്ന ഒരു അണ്ടർപാസും കൂടെയാണ്. അപ്പോൾ വർക്ക് കഴിയാത്തതുകൊണ്ട് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടക്കുന്നതും കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പോകുന്ന കൂടെ ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു വരുന്നൊരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഈ ഭാഗത്ത്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. ഇവിടെ കുറേ കടകൾ ഉണ്ടായിരുന്നു. ഈ കടകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കൊണ്ടാണ് കൂടുതൽ ബ്ലോക്കുകളും അനുഭവപ്പെട്ടിരുന്നത്. ഈ വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഹോട്ടലുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തുമ്പോഴാണ് കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇപ്പോഴും ഒരു വർക്കൊക്കെ നടക്കുന്നുണ്ട്, അറിയില്ല. കാണാൻ നമുക്ക് കുറേ കമ്പികളൊക്കെ മുറിച്ച് കൂട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ എക്സ്ട്രാ വരുന്ന പൈലിങ് ചെയ്ത ഭാഗത്തുനിന്ന് എക്സ്ട്രാ വരുന്ന കമ്പികളാണ്. ഇത് മുറിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇവിടെയൊക്കെ പൈലിങ് നടക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് അവിടെ പൈലിങ് ചെയ്ത ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. തൂണിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് കൂരിയാട് ഭാഗത്ത് വരുന്ന ഒരു ബസ് സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത്. ബസ് സ്റ്റോപ്പ് കാണാൻ നമുക്ക്. ഇവിടെ ഈ ട്രാക്ടർ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വീണ്ടും വലിയൊരു ബ്ലോക്കായി. ഇവിടെ എന്തോ ലോഡ് തട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എംസാൻഡാണ്, ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള എംസാൻഡാണ് ഇവിടെ തട്ടുന്നത്. ഈ ഭാഗത്ത് കട്ട വിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇതിന്റെ മുകളിൽ കട്ട വിരിക്കാനുള്ള എംസാൻഡ് കൊണ്ടുവന്ന് തട്ടി കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം പൈലിങ് ചെയ്ത ഒരു ഭാഗത്ത് ഉള്ള ഒരു ബോള് കാണാം, വലിയ രീതിയിലുള്ള. ഇനി ഇതിലേക്ക് ഇങ്ങനെ പച്ച കളറുള്ള കമ്പിയൊക്കെയാണ് ഇറക്കി വിടാനുള്ളത്. അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. ഇവിടെ പൈലിങ് ചെയ്യാനുള്ള മെഷീന്. അപ്പോൾ ഒരുപാട് ഭാഗത്ത് പൈലിങ് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്തേക്കുള്ളൂ പൈലിങ് ചെയ്യാൻ. ഏകദേശം ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇനി ബാക്കിയുള്ള അപ്പുറത്ത് ചെയ്യുന്നുണ്ട് വർക്കുകൾ. ഒരു പക്ഷേ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ വർക്കേഴ്സൊക്കെ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ വർക്കേഴ്സ് അവിടെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്.
കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെയുള്ള പഴയ പാലത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയോ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ജോയിന്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം ജില്ലേന്റെ ഭാഗത്താണ് ഏറ്റവും ആദ്യം ഹൈവേ ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നത്. അതിന്റെ ശേഷമാണ് നമ്മളെ ഈ കൂരിയാട് ഭാഗത്ത് റോഡ് തകർന്നത്. ഇപ്പൊ ഇങ്ങനെ ആണ് കിടക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ കാണാം നമുക്ക് ഇതുപോലെ ഈ ഭാഗത്ത് എത്തുമ്പോൾ ലൈനായിട്ട് ഇവിടെ വന്നിങ്ങനെ പതുക്കെ പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇനി വേഗത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ്. വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക ഭാഗത്തുള്ള പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് പൈലിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. ഫില്ലറ് അവിടെ 2-3 ഫില്ലറുകളൊക്കെ പൊങ്ങി കാണുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തൊക്കെ വരുന്ന തൂണിൻ്റെ ഒക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ്, ഇതൊരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ആ ടി ഷേപ്പിലുള്ള ഇതാണ് കൊടുക്കാനുള്ളത്. അതിൻ്റെ വർക്കൊക്കെയാണ് ഇനി തുടങ്ങാനുള്ളത്. അപ്പോൾ ഫില്ലർ വർക്കുകളൊക്കെ ഏകദേശം ഓരോ ഭാഗത്തും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെ താഴത്തു നിന്നുള്ള ഫൗണ്ടേഷൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പൈലിംഗ് ക്യാപ്പൊക്കെ പൊട്ടിച്ചിട്ട് ജോയിന്റ് ചെയ്യാനുള്ള വർക്കാണ് അവിടെ തുടങ്ങി. താഴത്തെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫില്ലർ പൊക്കാനുള്ളതാണ്. ഫില്ലർ പൊക്കാനും വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കമ്പികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഉള്ള ഭാഗത്തു നിന്നുള്ള എക്സ്ട്രാ വന്ന കമ്പികളാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അവിടുന്ന് പൊട്ടിച്ചെടുക്കുന്നത് അവിടെ കട്ട് ചെയ്ത് കാണാം നമുക്ക്. അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഇതുപോലുള്ള ഫില്ലറുകൾ വരിക. ഫില്ലറിൻ്റെ വർക്കിൻ്റെ താഴ്ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. അത്ര നല്ല സ്ട്രോങ്ങിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള പൈലിംഗ് ക്യാപ്പുകൾ പൊട്ടിച്ചതിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് നേരത്തെ അപ്പോൾ നമ്മൾ കണ്ട ഭാഗം പോലുള്ള ജോയിന്റ് ചെയ്യലാണ്. ഇവിടെ 2 ഫില്ലർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഫില്ലറിൻ്റെ വർക്ക് കാണാൻ ഫുള്ളായിട്ടുണ്ട്. ഇനി ആ ടി ഷേപ്പിലുള്ള ഇതും കൂടെ വരാനുണ്ട്. അവിടെ ഒരു ഫില്ലറ് കമ്പികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കമ്പിക്കൊന്നും ഒരു കുറവുമില്ല. കമ്പിയൊക്കെ കണ്ടില്ലേ, അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് നിറക്കാൻ പറ്റാത്തത്ര രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് കമ്പി കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്ത കമ്പികൾ കൊണ്ടുവന്ന് വെച്ച് കാണാം നമുക്ക്. ഇതാണ് ഇതിന്റെ ഹൈറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ കമ്പികളെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മുകളിലേക്ക് വരെ ഇങ്ങനെ കമ്പി കെട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഇതുപോലെ സൈഡിൽ കാണുന്നില്ലേ ആ ഇരുമ്പിന്റെ ബോക്സുകൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ റെഡി മിക്സ് ഒക്കെ കൊടുത്തിട്ട് നിറച്ച് ഫില്ലർ വർക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ സൈഡിൽ അങ്ങനെ അത്ര പ്രശ്നങ്ങളില്ല, ബ്ലോക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പിന്നെ വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ഫില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പണിയാണ് നമ്മുടെ നേരത്തെ തന്നെ ഇവിടെയുള്ള ആളുകൾ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് കെട്ടിന്നുള്ള വർക്ക് നടക്കൂല, കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കൂല, ഇവിടെ പാലം വേണമെന്ന് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത്. അതൊന്നും കേൾക്കാതെയാണ് കമ്പനി ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്തതിൻ്റെ. അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ തകർന്നു പോയതും ഇങ്ങനെയൊക്കെ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കാണാം നമുക്ക് ഇവിടെ പച്ചക്കമ്പികൾ ഇങ്ങനെ പൈലിങ് ചെയ്യാനുള്ള പൈലിങ് ചെയ്ത ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇറക്കാനുള്ള കമ്പികളൊക്കെ റെഡി. ഇതാണ് ഈ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇനിയും പൈലിങ് ചെയ്യാനുണ്ട്. ഇവിടെ പൈലിങ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് ഉള്ള കമ്പി കെട്ടിയിട്ടുണ്ട്. പില്ലറിന്റെ തുടക്കം ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള
അപ്പുറത്തും ഫില്ലറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്താണ് ഇതാ ഒരു പൈപ്പ് കൊടുക്കുന്ന കണ്ടില്ല, പൈപ്പ്. അപ്പൊ ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നോണ്ട് വാഹനങ്ങൾക്ക് പോവാനും ചെറിയൊരു പ്രയാസമുണ്ട്. അതിൽ ഇങ്ങനത്തുള്ള വലിയ ലോറികളൊക്കെ വരുന്നോണ്ട് അപ്പോ വീതി കുറവായ റോഡും കൂടെ ആകുമ്പോ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ചെറിയൊരു പ്രയാസമുണ്ട്. പിന്നെ ഹൈവേയിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ചെറിയ ഈ വീതി കുറഞ്ഞ റോഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും ബ്ലോക്ക് അനുഭവപ്പെടുന്ന. അതുകൊണ്ടാണ് ഇതാണ് പറഞ്ഞത് പാലം. ഈ തോടിന്റെ കുറുകെ വന്നിട്ടുള്ള പാലാണ്. ഇതിന്റെ ഈ ഭാഗത്ത് എന്തൊക്കെയോ കട്ട് ചെയ്യുന്നുണ്ട്, ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ ഈ ഭാഗത്തും ഇനി ജോയിന്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് നേരത്തെ ചെയ്യാനുണ്ടായിരുന്ന ഒരു ഭാഗം കൂടെയാണ്, കട്ട വെച്ചുള്ള ഭാഗം. ഈ ഭാഗത്ത് ഇനി ജോയിന്റിങ് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. പൈലിങ് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റിന് ആവശ്യമായിട്ട് വരുന്ന ഭാഗത്ത് കമ്പി കൊടുക്കാനുള്ള കമ്പികളൊക്കെ ഇവിടെ തയ്യാറായിട്ട് ഉണ്ട്. ഫുള്ള് ഇവിടെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കുറേ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വലിയ പൈപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ശരിക്കും ഇതിനുള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റും, അത്രക്കും വലിയൊരു പൈപ്പാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. അങ്ങോട്ട് പിടിച്ചാൽ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പാലത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കമ്പി പുറത്തെടുക്കാണ്, കണ്ടില്ലേ? ഈ ഭാഗത്തുള്ള ജോയിന്റിങ്ങിന് വേണ്ടിയാണ് എന്നാണ് അറിയാൻ സാധിച്ച്. ഇവിടേക്കുള്ള കമ്പികൾ പുറത്തെടുക്കുന്നുണ്ട്. ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് കമ്പി പുറത്തെടുത്തുകളെ. എങ്ങനെ ആയിരിക്കും ഈ ഭാഗത്ത് വരുന്ന ഡിസൈനിന്ന് അത് കണ്ടാൽ അറിയുള്ളൂ. ഇവിടൊക്കെ നല്ല ജർക്കിങ് ഉണ്ട്. അവിടെ പൊട്ടിക്കുമ്പോ ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇനി ഈ ഭാഗത്ത് ഫില്ലർ വരുന്നുണ്ടോ, ഇതിന്റെ മുകളിലൂടെ പാലത്തിന്റെ ഇതൊക്കെ വരുന്നുണ്ടോന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു കുഴി എടുത്ത് കാണുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഡിസൈന് എങ്ങനെയാണെന്ന് ഇപ്പം പറയാൻ സാധിക്കും തോന്നുന്നില്ല. അപ്പൊ ഈ ഭാഗത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഇവിടെ നിന്നും ടാറിങ് ഓൾറെഡി ചെയ്ത ഭാഗങ്ങളാണ്. ഇനി ഇവിടെ ക്രാഷ് ബാരിയർ വെക്കാനോ ഇവിടെയുള്ള മണ്ണുകളും വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റാനുണ്ടാവുള്ളൂ. പാലത്തിന്റെ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഭാഗത്തുള്ള വർക്കുകളും തുടങ്ങുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ വർക്കേഴ്സ് ഇവിടെ രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ വർക്കുണ്ട്. പൈലിങ്ങിന് വേണ്ടി ഉള്ള കമ്പി കൊടുക്കുന്ന ഭാഗത്തൊക്കെ കൊടുക്കാനുള്ള കമ്പികൾ ഇതാ വെൽഡിങ്. ഓരോ ഭാഗത്തേക്കുള്ള ഓരോ ഡിസൈനിലുള്ള ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പികൾ. ഇവിടെ ആ ഭാഗത്താണ് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലുള്ള കമ്പികൾ ബെൻഡാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള ഷീറ്റുകൾ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ഇങ്ങനെ റോള് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് അവിടെ. അത് വെൽഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കുകളും ഇവിടെ തന്നെ വെച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ബീമുകൾ കുളപ്പുറം ഭാഗത്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഉണങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. നനച്ചിട്ട് വെള്ളം നനച്ച് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിയാട് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.